ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള സജീവ ചർച്ചകളിലാണ് പാർട്ടി. അതുപോലെ തന്നെ തങ്ങളെ നയിക്കാൻ വരുന്ന ആൾ ആരാണെന്ന ആകാംക്ഷയിലാണ് പ്രവർത്തകരും. ഇത് സംബന്ധിച്ച മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു പ്രത്യേക യോഗവും നടന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, നിലവിലെ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി നദ്ദ എന്നിവരും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരെയും കണ്ടെത്തേണ്ടതുണ്ട്. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് 19 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നേക്കും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാകും ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ആയിരിക്കും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ.പി നദ്ദയ്ക്ക് പകരക്കാരൻ ആരായിരിക്കുമെന്ന ചോദ്യം ആകാംക്ഷയോടെ നിലനിൽക്കുകയാണ്. 2020 ജെ.പി നദ്ദ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായി നിയമിതനായത്. 3 വർഷമാണ് അധ്യക്ഷന്റെ കാലാവധിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് സമയം നീട്ടി നൽകിയിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നൊരാളെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ബി.ജെ.പിക്ക് ദക്ഷിണേന്ത്യയിൽ ഒരു സ്ഥാനം നൽകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തവുമാണ്. കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കിട്ടാത്ത ദക്ഷിണേന്ത്യൻ മണ്ണിൽ വിജയക്കൊടി പാറിക്കുക എന്നത് ബി.ജെ.പിയുടെ എക്കാലത്തെയും ലക്ഷ്യമാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നൊരാളെ പരിഗണിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നു. മുൻപ് വെങ്കയ്യ നായിഡു, ജന കൃഷ്ണമൂർത്തി, ബംഗാര ലക്ഷ്മൺ എന്നിവർ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിൽ എത്തിയവരാണ്. എന്നാൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തിൽ കാര്യമായ വ്യത്യാസം കൊണ്ടുവരാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. 2017 മാർച്ച് 19 മുതൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുതിർന്ന ബി.ജെ.പി നേതാവായ യോഗി ആദിത്യനാഥിനെ ദേശീയ അധ്യക്ഷനാക്കുന്നത് പരിഗണനയിലുണ്ട്. പകരക്കാരനായി യോഗി എത്തുമോ എന്ന അഭ്യൂഹം ശക്തവുമാണ്. ബി.ജെ.പി നേതൃത്വം RSSുമായി നടത്തിയ ചർച്ചകളിലും യോഗി ആദിത്യനാഥിന്റെ പേര് പരാമർശിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം RSSന് ബി.ജെ.പിയുടെ തീരുമാനങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ RSS യോഗി ആദിത്യനാഥിനെ വേണമെന്നാവശ്യപ്പെട്ടാൽ മറുത്തൊരക്ഷരം പറയാതെ ആ ആവശ്യം പരിഗണിക്കും. യോഗി ദേശീയ അധ്യക്ഷനാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. യോഗി അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ളത് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. RSSന് വളരെ വേണ്ടപ്പെട്ട നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതുമല്ലാതെ ഒരു വനിതാ അധ്യക്ഷ വരട്ടെ എന്ന് കരുതിയാൽ അതും പരിഗണിക്കപ്പെട്ടേക്കാം. അങ്ങനെ വന്നാൽ നിലവിലെ ബി.ജെ.പിയുടെ വനിതാ മുഖവും ധനമന്ത്രിയുമായ നിർമ്മല സീതാരാമനാകും ബി.ജെ.പിയുടെ തലപ്പത്ത്. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ മറികടക്കുന്ന തരത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ നിർമ്മല വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഒരു ബി.ജെ.പി പ്രവർത്തക എന്ന നിലയിൽ അത്ര കണ്ട് സ്വാധീനമുണ്ടാക്കാൻ നിർമ്മല സീതാരാമന് കഴിഞ്ഞു. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതയെ പരിഗണിച്ചാൽ നിർമ്മല സീതാരാമന് സാധ്യതയുണ്ട്. കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ആരാണെന്ന ആകാംക്ഷ മറ്റു പാർട്ടികൾക്കുമുണ്ട്. കേരളത്തിലെ ബി.ജെ.പി നേതൃത്വവും അധ്യക്ഷ മാറ്റത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ പാർട്ടി നയിക്കുമ്പോൾ ദേശീയ അധ്യക്ഷ സ്ഥാനം മികച്ച കൈകളിൽ എത്തിയാൽ വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല.